ഡീലിന് പിന്നാലെ SDPI വോട്ടുകൾ ചർച്ചയാക്കുകയാണ് മുന്നണികൾ. നിയമം ഉൾപ്പെടെ ഒരു മണ്ഡലത്തിൽ പോലും SDPI വോട്ട് ഇടതുമുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും വോട്ട് വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അതുതന്നെയാണ് UDF ആയുധമാക്കുന്നത്. അതിനിടെ FCRA ബില്ലും സംസ്ഥാനത്ത് BJPക്കെതിരെ ഇടതു വലതു മുന്നണികൾ ആയുധമാക്കുമ്പോൾ പ്രതിരോധം തീർക്കുകയാണ് BJP. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട്, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് ഇനി 9 നാൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഡീലിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ ഇപ്പോൾ SDPI പിന്തുണയിലാണ് മുറുകുന്നത്. അതിനിടെ ഇപ്പോൾ FCRA ബിൽ കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ BJPക്കെതിരെ ആയുധമാക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി നൽകാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ശ്രീജ, അതുതന്നെയാണ് ഈ ഡീൽ ആരോപണത്തിന് പിന്നാലെ ഇപ്പോൾ ഈ SDPI വോട്ടുകളെ ചൊല്ലിയുള്ള SDPI ബന്ധവുമാണ് കൊടുമ്പിരിയുള്ളൊരു ചർച്ചാ വിഷയമായി ഈ സമയത്ത് മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി SDPI ബന്ധത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കൊല്ലം പ്രസ് ക്ലബിലുണ്ടായൊരു തർക്കം പോലും ഈ SDPI ഉദ്ദേശിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മറുപടി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും ഒരു വ്യക്തത അവിടെയും വരുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. എന്നാൽ തങ്ങൾ നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ 2021 SDPI വോട്ട് നൽകിയെന്നാണ് SDPI നേതാക്കൾ വാദിക്കുന്നത്. അപ്പോൾ അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രി തങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ദേശീയ തലത്തിൽ BJP വരരുതെന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികൾ ഇവിടെയുണ്ട്. അവർ BJPക്കെതിരെ പോരാടുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് സ്വാഭാവികമായി ഇടതുപക്ഷത്തിന് വോട്ടുകൾ ചെയ്തതാകാം. അല്ലാതെ തങ്ങൾ ഒരു മണ്ഡലത്തിലും വോട്ടുകൾ ഒരു കാലത്തും SDPIയുടേത് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് SDPI വോട്ട് വേണ്ട എന്ന് ഉറപ്പിച്ച് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് തന്നെയാണ് മറുഭാഗത്ത് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് എറണാകുളത്ത് മാധ്യമങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് SDPI വോട്ട് വേണ്ട എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. പക്ഷേ അദ്ദേഹം അവിടെ കാട്ടുന്ന ധൈര്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാട്ടുന്നില്ല എന്നൊരു ചോദ്യം കൂടി പ്രതിപക്ഷം ഉയർത്തുകയാണ്. അതേ ആരോപണങ്ങൾ തന്നെയാണ്, ഡീൽ ആരോപണവും SDPI ബന്ധവും ഒക്കെ തന്നെയാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ന് അദ്ദേഹം വന്ന പൊതുപരിപാടിയിലുടനീളം ഉയർത്തുന്നതും അത് തന്നെയാണ്. ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പോലും അദ്ദേഹം ഈ ബന്ധം, അതായത് BJPയും CPMും തമ്മിലൊരു അവിശുദ്ധമായൊരു കൂട്ടുകെട്ട്, ഒരു അന്തർധാരയുണ്ട് എന്നൊരർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹവും CPMനെതിരെ ആഞ്ഞടിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഡീലും SDPയും തന്നെയാണ് കത്തി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് BJPയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ FCRAയിലെ ബില്ലും ലോക്സഭയിൽ വരാൻ പോകുന്നത്. അവിടെ കടുത്ത പ്രതിരോധത്തിലാകുമ്പോൾ അത് കൃത്യമായി തന്നെയും UDFും അതോടൊപ്പം തന്നെ LDFും സംസ്ഥാനത്ത് BJPക്കെതിരെ ആ വിഷയവും ആയുധമാക്കുന്നു. പ്രത്യേകിച്ച് സഭാ അധ്യക്ഷന്മാരൊക്കെ തന്നെയും ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയാണ് എന്ന് അറിയിക്കുമ്പോൾ അത് കൃത്യമായി തന്നെ ആയുധമാക്കുന്നു ഇടതു വലതു മുന്നണികൾ. എന്നാൽ അതേസമയം BJP ആകട്ടെ എന്തുകൊണ്ടാണ് ഈ ഭേദഗതി ബിൽ വരുന്നത്? വിദേശത്തു നിന്നുള്ള ഫണ്ട്, അനധികൃതമായ ഫണ്ട് തടയുക എന്നൊരു ലക്ഷ്യം മാത്രമാണ്. അതേസമയം നിയമപരമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരൊറ്റ NGOകൾക്ക്, ഒറ്റ സംഘടനകൾക്ക് ഒരു പോറൽ പോലും ഏൽക്കുകയില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് സംസ്ഥാനത്ത് BJP. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ബില്ല് സംസ്ഥാനത്ത് ഇടതു വലതു മുന്നണികൾ ആയുധമാക്കുമ്പോൾ BJP കൃത്യമായ പ്രതിരോധ കവചം തീർക്കുകയും ചെയ്യുകയാണ്. ശ്രീജ, തീർച്ചയായും അൻഫിൽട്ട്, എന്തായാലും ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് നാളിങ് അടുക്കുമ്പോൾ വിവാദങ്ങൾ കൂടുതൽ കൊഴുക്കുകയാണ്. ഡീലിന് പിന്നാലെ SDPI വോട്ടുകളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായി മുന്നണികൾ ചർച്ചയാക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിൽ ഡിസൂസ.